ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി. അപ്പോൾ അത് വർക്കിന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കവറുകൾ മാറ്റാനും അതേപോലെ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് അതിൻ്റെ കവർ അഴിക്കണ സമയത്ത് ബോൾട്ടൊക്കെ പൊട്ടിയിട്ട് നമ്മളത് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പ്രാവശ്യം വാഷ് ചെയ്തുകൊണ്ട് വന്നേർന്നതാണ്. എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ ചെളി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ട് രണ്ടാമത് ഒന്നുകൂടി കഴിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയാണ്. അതൊക്കെ ഫുള്ളായിട്ട് കഴുകി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചേസിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പായിരുന്നു. അപ്പോൾ ചേസ് ഫുള്ള് നമ്മൾ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഉള്ളൊക്കെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതിൻ്റെ ഇവിടെ ഈ സൈഡിലൊക്കെ ഇവിടെ പൊട്ടോസിൻ്റെ ഈ ഭാഗമൊക്കെ അത് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് പ്രകാരം നമ്മളത് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് നോക്കിയതാണ്. എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഒരു കുറഞ്ഞ കമ്പനിയുടെ സാധനം കിടക്കണേ, ചാത്ത സാധനമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ബ്ലോക്കായി പോയേക്കാം. ഈ എയർ ഫിൽറ്ററൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ഓടിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ മാറ്റി കളയാന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് മെത്തേഡ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. മൈലേജ് എന്ന സംഭവം വളരെ കുറവായിരിക്കും, കാരണം അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ട് എയർ ഫിൽറ്റർ. പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അതും പ്രകാരം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ടൂണിങ് നിൽക്കാത്തതിൻ്റെ കേസ്. അപ്പോൾ അതൊന്ന് കൂട്ടത്തേടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ടാപ്പറ്റ് ക്ലിയറൻസ് കറക്റ്റ് അല്ലാത്തവരാണ്. അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അടിയുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി കൂട്ടത്തേക്കടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അത് കൂട്ടത്തിൽ മാറ്റിയിടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ഈ കവർ മൊത്തം അഴിച്ചേക്കാണ് മാറ്റിയിടാൻ എളുപ്പമാണ്. ഞാൻ അതിനൊരു എസ്റ്റിമേറ്റ് കൂടിയിട്ട് പറയാം, നോക്കിയിട്ട് പറയുന്നതിൽ അതനുസരിച്ചിട്ട് ചെയ്തു പോകണമെന്നുള്ളത്. പിന്നെ അതും പ്രകാരം നമുക്ക് ഫ്രണ്ടിലത്തെ കവറുകളൊക്കെ മാറ്റേണ്ടായിരുന്നു. അത് റെഡിയാക്കിയിട്ടുണ്ട്, അത് മാറ്റുന്നുണ്ട്. അതേപോലെ ബാക്കിൽ തന്നെ ഉള്ളോണ്ട് കാർഡ് അതൊക്കെ പെയിൻറ്റ് ചെയ്ത് ഇട്ടാണ് നമ്മൾ കേട്ടോ. അത് ബാക്കിലത്തെ ഫുള്ള് നമ്മൾ വെൽഡിങ് ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കിയിട്ട് പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോണ്ടല്ലോ ഈ മൺകാടും വീലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം കണ്ടോ, ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മളിത് അഴിക്കുമ്പോൾ കാണുന്ന കാര്യം പറയണമെന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ നോക്കുമ്പോൾ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷ് ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ആ സംഭവം. ഈ ഇടയ്ക്കൊന്നും മാറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിവിടെ ഈ ബോൾട്ട് ചാടി പുറത്ത് വന്നത് കണ്ടോ, ഇത്രയും ഗ്യാപ്പിലേക്ക് സംഭവം പുറത്ത് വന്നേക്കാണ്. ആ ഹാങ്ങർ ബുഷ് കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ബോൾട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചാടി പോയി അവിടെ നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ആ ബുഷ് ചാടി പുറത്ത് വന്നേക്കാണ് കേട്ടോ. അത് കൈയോടെ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. അത്രയാണ് നമ്മൾ ഈ അഴിക്കുമ്പോൾ കണ്ടേക്കണ പ്രോബ്ലംസ്. അപ്പോൾ അത്രയും കേസുകളാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് തരാം. അതായത് ആ ഫ്രണ്ടിലത്തെ കവറുകൾ 2 കവറുകൾ പൊട്ടിയിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഈ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗ്രിപ്പ് ഓവർ മാറ്റിയിട്ട് മെസ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടാം. കാർബറേറ്റർ ക്ലീനിങ്, അതിൻ്റെ സ്ലോ ജെറ്റും എയർ ഫിൽറ്റർ പ്ലഗ്, പിന്നെ വാട്ടർ സർവീസ് ഫുള്ളായിട്ട് അഴിച്ച് വാഷ് ചെയ്തേക്കണത്. ഓൾറൗണ്ട് ഗാർഡ് കാര്യങ്ങൾ വെൽഡിങ് വിത്ത് പെയിൻറ്റിങ്, അതിൻ്റെ ഒരു ക്ലാമ്പൊക്കെ ഇട്ട് വെച്ച് പിടിപ്പിച്ചാണ്, സെപ്പറേറ്റ് ചെയ്തേക്കണതാണ്. സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പിടിപ്പിച്ചു തരാം. അതിൻ്റെ അടിയിലത്തെ പീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതുമ്പോൾ തന്നെ നിർത്തി വെൽഡ് ചെയ്ത് സൈഡ് കുറച്ച് ഉരുക്കി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ക്ലാമ്പിട്ടിട്ട് ബലപ്പെടുത്തി പിടിപ്പിക്കാം. ഇത്ര കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡിയാക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് പറയണേ. ഇത്രയും ഇങ്ങനത്തെ വർക്ക് വരുമ്പോഴാണ് നമുക്ക് താമസം വരാം. കാരണം അത് വർക്ക് നീറ്റാകുമ്പോൾ നമുക്ക് സമയം കിട്ടിയാലാണ് അത് നീറ്റാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സമയം തന്നതുകൊണ്ട് തന്നെ ചെയ്തേക്കുന്ന വർക്കുകൾ ക്ലിയറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിങ്കളാഴ്ച ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് സെറ്റാക്കാം. ഓക്കെ.